ഇമ്മ, ഞാനൊന്ന് കോളേജിൽ പോയിട്ട് വരട്ടാ. എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു സാറേ, അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ടേന്ന്. സർട്ടിഫിക്കറ്റ് വാങ്ങാനോ? അതെന്താ ഒരു പെട്ടെന്നൊരു പോക്ക്? അത് ഇന്നാണ് സാറ് വിളിച്ച് പറഞ്ഞത്, വേഗം ചെല്ലാൻ പറഞ്ഞിക്കണു. ജോനോട് പറഞ്ഞിക്കണാ? ഇക്കാനോട് ഞാൻ രാവിലെ പറഞ്ഞിക്കണം. അപ്പൊ ഇക്കനോട് ഉമ്മാനോട് പറഞ്ഞിട്ട് പോയിക്കോന്ന് പറഞ്ഞു. എന്നാ വേഗം പോയിട്ട് പോരാല്. എന്താ ഇപ്പൊ ബാഗില്? ഇത് എന്റെ കുറച്ച് ഡ്രസ്സാണ്. അത് അവിടെ പോണ വഴിക്ക് അടിക്കാൻ കൊടുക്കാലോചിച്ചിട്ട് അത് എടുത്തതാ. ഇനിയിപ്പൊ അതിനൊരു പോക്ക് വേണ്ടല്ലോ. എന്നാ കൊടുത്തുങ്ങാണ്ട് ഞാൻ വേഗം പോരെ. കുട്ടി തൊട്ടിയിലുണ്ടിട്ടമ്മ ഉറങ്ങീക്ക്. അതിന് ഇനി ഉണരാണെങ്കിൽ ആ പാലൊന്നും എടുത്ത് കൊടുക്കുണ്ടോ. അത് ഞാൻ കൊടുത്തോണ്ട് ഇനി നേരെ വെക്കാൻ നിക്കല്ലോ. അത് ഭയങ്കര കരച്ചിലേക്കാരം. അനക്കറിയണല്ല, എന്നെ കാണാതെ ഒരു നേരെ നിക്കൂല. ഞാൻ പോയി വന്നോണ്ടു. ബസ്സിന് പൈസ ഉണ്ടാ? വണ്ടിക്ക് പൈസ ഉണ്ട്. എന്നാ പോയിക്കോ, എന്നാ നോക്കി പോയിക്കോ. എത്തിക്കണോ വിളിച്ചോക്കട്ടെ. ഹലോ, ഞാൻ ഇവിടെ ഇറങ്ങാട്ടാ. ഇജ്ജ് അവിടെ ഉണ്ടാവൂലേ? എവിടെ ഞാൻ നിക്കണ്ട്? എന്നാ ഞാൻ വേഗം വരാം. ഇജ്ജ് ഇന്ന് ഉപേക്ഷിക്കരുത് ട്ടോ. ഞാൻ എന്റെ കുട്ടിയും മാപ്പിളിനൊക്കെ ഒഴിവാക്കിട്ട് ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാ ഈ അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങണത്. ശരി എന്നാ. കുറെ നേരമല്ലോ ഇവിടെ പോയിട്ട്. ഈ പെണ്ണത്തെ എവിടെ പോയി കിടക്കാണ്? പെണ്ണോട് ഞാൻ വേഗം വരാൻ പറഞ്ഞതാണല്ലോ. കുട്ടാണെങ്കിൽ ഉണർന്നിട്ടിപ്പോ ഞാൻ ഒന്നും കൂടി ആട്ടി ഉറക്കിക്കാണ്. വെച്ച ഇത്ര നേരം വയ്ക്കുന്ന ഓന് ഇന്ന് ചീത്ത അറിയും. ഓൾക്കൊന്ന് വിളിച്ചു പറഞ്ഞാലോ? അല്ലെങ്കിൽ ആദ്യം ഓളെ ഫോണൊക്കെ അടിച്ചു നോക്കാം. എന്നിട്ട് ഓള് വേഗം വരാൻ പറയാതപ്പോ നല്ലത്. ചോക്കട്ടെ. പെണ്ണിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. ചാർജ് ഇല്ലാറ്റിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചോ? എന്താണെന്നൊന്നും അറിയില്ല. സ്വിച്ച് ഓഫ് ആക്കിയേക്കാണെന്നാണ് പറയണത്. ചെക്കൻക്കൊന്ന് വിളിച്ച് പറയട്ടെ. ഇപ്പൊ അവിടെ പോയി എടുക്കാണ്. ഹലോ, എടാ ഓള് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലേ? ഓള് എന്താ കോളേജിക്ക് പേപ്പർ എന്തോ വാങ്ങാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയല്ലോ. എന്നോട് ചോദിച്ചിട്ട് എന്നോട് പോയത്. ഈ പൊയ്ക്കൽ ചക്ക നോണ അറിയാതെട്ടോ. എന്നോട് ചോദിച്ചിരുന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാ ഓള് ഇതുവരെ വന്നിട്ടില്ല. ഇജൊന്ന് അന്വേഷിച്ചോക്ക. ഞാൻ ഓളെ ഫോണൊക്കെ വെച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നാ പറയണതേ. ഇജൊന്ന് വിളിച്ചോക്കോളെ ഫോണൊക്കെ, അല്ലെങ്കിൽ ഇജൊന്ന് അന്വേഷിച്ചോക്കാ. ആ കോളേജിൽ ഒന്ന് പോയി നോക്കുന്ന. ചിലപ്പോ വണ്ടി ഒന്നും കിട്ടാതെ ചിലപ്പോ അവിടെ നിക്കുണ്ടാവും. ജെല്ലി, ഇനിയിപ്പോ ഇജ് എന്നോട് പറയാതെ പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് തിരക്കുമ്പടിയും കൂടാൻ നിക്കണ്ട. എന്നോട് ചോദിച്ചിക്കണോള്. എന്നോട് പറഞ്ഞിട്ടാ പോയത്, ചോദിക്കല്ല. ഞാൻ പോവാണ്, ഇക്കാട് പറഞ്ഞിക്കുന്നത് കണ്ടാ പോയത്. ഇതാണെങ്കിൽ കുട്ടി ഇപ്പൊ ഉണർന്നിട്ട് തൊലോളിച്ചാണേ. ഞാൻ ഇപ്പൊ എന്നിട്ട് ഒന്നും കൂടി ഇപ്പൊ ആട്ടി ഉറക്കിയിട്ടുണ്ട്. പാവല്ല, ഇനി പാലും കൊടുക്കാതെയാണ്.
ഓളൊരു കുപ്പിയില് ലേശം വെള്ളം കലക്കി വെച്ചിങ്ങാണ്ട് പോയതാണ്. എന്നുവെച്ചാ ഒന്ന് വേഗം നോക്കിട്ടാ. ആ ഈ പെണ്ണിന് ബസ്സൊന്നും കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഫോണൊന്ന് വിളിച്ചൂടെ? അത് ചോദിച്ചൂല. എന്തായാലും കുട്ടി വളരാതിരുന്നാ മതി. എവിടെ ഇപ്പൊ രണ്ടാളി കാണാനില്ലല്ലോ. ചെക്കനെ വിളിച്ചോ? വേണ്ട, ചിലപ്പോ വണ്ടി ഓടിക്കെന്തേലും ചെയ്യേക്കാറ്. നേരെ എത്രയായി പഠിച്ചോനേക്ക് വെച്ച കുട്ടിയാണെങ്കിൽ അവിടെ കിടന്ന് കളിക്കണുണ്ട്. നോലോച്ചാതിരുന്നാ മതിയായിരുന്നു. ആ എവിടെ ഇന്നടെ ഈ നേരം വരെ? ഓളെവിടെ? ഓളൊന്നുമില്ല. പിന്നെ ജോളെ കൊണ്ടാനല്ലേ പോയത്. എന്നോട് ഞാൻ പിന്നെ എന്താ ഞാൻ വിളിച്ചു പറഞ്ഞത്? ഓളെ കൊണ്ടാൻ തന്നെ ഞാൻ പോയത്. പക്ഷേ ഓളെ കാമുകന്റെ പിന്നാലെ ഒളിച്ചോടിയതാണ്. അങ്ങാടിന്നാണ് പോയിക്കണത്. എന്നിട്ട് ആരപ്പോ പോയിക്കണ്? ഏതാണാവോ, എവിടെ ഉള്ളാന്നൊന്നും അറിയില്ല. ഞാൻ ഓൾക്ക് വിളിച്ച്. അപ്പൊ ഓള് എന്നോട് പറഞ്ഞത് ഞാൻ വരുന്നില്ല, ഞാൻ ഓന്റെ പിന്നാലെ പോവാണ്. ഓള് പോയിക്കണത്. ഒരു പൈതലിന് ഇവിടെ ഇട്ടേക്കണു. വല്ലാത്തൊരു പെണ്ണാണ് ഓള്. എന്താ നമ്മള് കാട്ടുക? എന്ത് കാട്ടണു? ഒന്നും കാട്ടാനില്ലമ്മ. ഓള് ഇന്നെയും എന്റെ കുട്ടീനും ചതിച്ച് എന്നെ. നമ്മുടെ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലേ. പറിച്ച എന്തേലൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ഈ പെണ്ണിന് ഇപ്പൊ എന്താ അത് തോന്നിക്കണ്? നല്ലൊരു സുഖം ഉള്ളിടത്തുനിന്നാണല്ലോ ഓളാ പോയിക്കണത്. ഇത് ചെല്ലാ കുട്ടിയുടെ അടുത്ത് പോയിരുന്ന പറിച്ചോനെ കഴിച്ചതൊന്ന് കേക്കാൻ. എന്താ റബ്ബേ കാട്ട? പുറത്തുമില്ല. ഈ പെണ്ണിന് എന്താ പറ്റിയത്? പറിച്ചോനെ എന്തൊക്കെ ഇപ്പൊ കേക്കണത്? ആ ഒരു പൈതലിനെ ഇട്ടുങ്ങാണ്ട് ആ പെണ്ണ് പോയിക്കത്ര വെച്ച. സുബൈദാത്ത, സുബൈദാത്ത, അത് വരുന്നേ. ആ നബീസിന്റെ സൗണ്ടാണല്ലോ ഇനിയിപ്പൊ ആ കേക്ക്. ഓള് എന്തിനു വന്നതാണോ? എന്താ ഇപ്പൊ കേക്കണത്? കാക്ക ഇപ്പൊ അങ്ങാടിന്ന് വന്നപ്പോഴല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയണത്. നബീസ, ആ അല്ല താത്ത, എന്തൊക്കെ ഇപ്പൊ ഈ കേക്കണത്? നിങ്ങളെ മരുമോള് ആരെ പിന്നാലെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാക്ക അങ്ങാടിന്ന് വന്നപ്പോ പറയേ. ആ മളെ, ഇജ്ജ് കേട്ടോക്കെ സത്യം തന്നെ. ഞങ്ങളിപ്പോ ഇത് അറിഞ്ഞിട്ട് തന്നെ ഉള്ളു. ഇപ്പൊ അങ്ങാടിയിൽ പോയി ചോദിച്ചപ്പോളാ ആരെ പിന്നാലെ വണ്ടിമ്മൊക്കെ കേറി പോണത് കണ്ടു എന്നൊക്കെ പറഞ്ഞത്. അവളെ ഫോണക്കാണെങ്കിൽ അടിച്ചിട്ടും കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണേനു. പിന്നെ ഓൻ വിളിച്ചത്ര ഓൾക്ക്. പിന്നെ എപ്പോഴോ ഓള് ഫോൺ എടുത്തുന്ന് പറഞ്ഞു. അപ്പൊ ഓള് പറഞ്ഞത്ര ഞാൻ വരുന്നില്ല, ഞാൻ ഓന്റെ പിന്നാലെ പോവാണ്. പടച്ചോനെ, ഇനിയിപ്പൊ എന്താ കാട്ടുക? ഒരു പൈതലിനെ ഇട്ടുങ്ങാണ്ടല്ലേ ഓള് പോയിക്കണത്. നിങ്ങളെ ചെക്കൻ എന്താ പറഞ്ഞ്? എന്റെ ചെക്കനാണെന്നുണ്ടെങ്കി പറ്റ പുറത്തം വിട്ടിക്കണ്. ആ ഒരു പൈതലിനെ ഒഴിവാക്കിട്ടല്ലേ പോയിക്കണത്. കുട്ടികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ നിക്കാം. ഇതൊരു പൈതലടി, 10ാം മാസം ആയിട്ടുള്ളൂ. അതിന് രാവിലെ രണ്ടിടത്ത് തുള്ളി പാല് കൊടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ ഈ നേരം വരെ പാല് കുടിച്ചിട്ടില്ല. തളരാതിരിക്കുവോ? ഓൻക്ക് ഇനി വേറെ പെണ്ണൊക്കെ കിട്ടും. ആ ഒരു കുട്ടിയുടെ കാര്യമാണ് ഇപ്പൊ കഷ്ടം. ഇങ്ങക്ക് ഇപ്പൊ എത്ര കാലിച്ചിട്ട് അതിനെ നോക്കാൻ കഴിയ? അതൊരു പൈതല്, പാല് കുടിക്കണ പ്രായം. ഞാൻ അതറിഞ്ഞപ്പോ തന്നെ ആകണ്ട് ഇല്ലാതായിക്ക. എന്നും കാണുന്ന മക്കളല്ലേ ഇങ്ങനൊക്കെ കാട്ടണത്. എനിക്കറിയില്ല മോളെ, ആകെ എന്തൊക്കെ പോലെ ആവുന്നുണ്ട്. എന്താണ് റബ്ബേ ഈ കേക്കണതൊക്കെ? ഇപ്പത്തെ ഒരൊറ്റ മക്കളെയും വിശ്വസിച്ചാൻ പറ്റൂല. അല്ല, നിങ്ങള് പരാതി ഒക്കെ കൊടുത്തുക്കണാ? പരാതി കൊടുത്തുക്കണോന്നൊന്നും അറിയില്ല. പോയിക്കണോ അതൊന്നും അറിഞ്ഞിട്ടില്ല. പരാതി കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഓളെ പെരേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞാള്. ഇനിയിപ്പൊ നിങ്ങളെ അറിഞ്ഞിട്ട് നിങ്ങള് പറഞ്ഞില്ല എന്നുള്ളത് വേണ്ടല്ലോ. ആ ഓളെ പെരേല് പറയണം. ഇനിയിപ്പൊ ഞമ്മള് അറിഞ്ഞിട്ട് ഞമ്മള് മുണ്ടാതിരിക്കാണെന്ന് പറയണ്ടല്ലോ. വിളിച്ച് പറഞ്ഞിക്കണോന്ന് അതും ഞാൻ ഓനോട് ചോദിച്ചിട്ടില്ല. ചിലപ്പോ ഓൻ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല മോളെ, എന്തൊക്കെ ഏതൊക്കെ. എങ്ങനെ ഞാൻ ആ ഒരു കുട്ടിനെ വളർത്തിയെടുക്കാന്ന് ആലോചിക്കുമ്പോഴാണ് ഓക്ക് എന്ത് കുറവുണ്ടായിട്ട് ഓള് ഇവിടുന്ന് പോയിക്കണത്.
ആലോചിക്കുമ്പോ തന്നെ ആകെ തല പെരുക്കാണ്. നിങ്ങക്ക് എന്തെങ്കിലും പണിയോ തിരക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവുമ്പോ എന്റെ അടുത്തൊക്കെ ഒന്ന് ആക്കി തന്നോളുണ്ടോ, അതിനെ ഞാൻ നോക്കിക്കോണ്ട്. കുട്ടികളും ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10-35 കൊല്ലം ഇതുവരെ ഒരു കുട്ടികളെ പടച്ചോൻ തന്നിട്ടില്ല. അല്ലെങ്കിലും പടച്ചോൻ അങ്ങനെ തന്നെ മക്കളെ ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെ കൊടുക്കും. ആ ഇത് വരുന്നടാ. ഞാൻ അവിടെ ചെല്ലട്ടോ, അവൻ വിളിക്കുന്നുണ്ട്. അതിന് ലേശം പൊടി ഉണ്ട് കലക്കി കൊടുക്കാൻ, അത് കൊടുത്തു നോക്കട്ടെ, കരയുണ്ടാവും. നമ്മൾ ചെല്ലിയാണ്ട്. ശരിയടി. അച്ഛനെ എന്തൊക്കെ കേക്കണ റബ്ബേ. നോക്കാൻ വെച്ചാത്തവർക്ക് എന്തിനാ ഈ മക്കളെങ്ങനെ കൊടുക്കണത്? ഇവിടെ കാത്തിരിക്കണ ആൾക്കാരുണ്ട്, ഓർക്ക് മക്കളെ തരുമോ? ആവില്ല. എന്തൊക്കെയാ ഇപ്പൊ കേക്കണത്? ഒരു കുട്ടി ഉണ്ടാണോ അവിടെ? ആരാണ്? മോളെ അതാരാ? അറിയില്ലമ്മ ആരാന്ന്. ഞാൻ നോക്കിക്കോളാം, ഇങ്ങോട്ട് പോരെ. ഞാൻ പോരാ. നിക്കിട്ട അമ്മക്ക് വരും. ആരാണത്? പുതിയരാ? ആരാണ്? ഉമ്മ? ഇമ്മേ? ഇവിടെ എന്റെ ഉമ്മൊന്നുമില്ല. ഇജ്ജ് എവിടുന്ന വരുന്നേ? നിങ്ങളെന്താ ഇങ്ങനൊക്കെ പറയണു? എടി ഇജി ഒരു ഉമ്മാന്റെ മഹത്ത് അറിയുന്നോളാണെന്നുണ്ടെങ്കിലേ ഒരു പൈതലിനെ വിട്ടുങ്ങാണ്ട് ഇജ് ഇവിടുന്നാട് പോവൂലായിന്ന്. ഇജ് എന്താടി കാട്ടിയത്? വെറും 10 മാസമുള്ള ഒരു കുട്ടിനെ ഇട്ടുങ്ങാണ്ടല്ലേ ഇജ് ഇവിടുന്ന് പോയത്? തെറ്റ് പറ്റുമ്പ അയാള് കള്ളുടിച്ച് വന്നിട്ട് എന്നെ തല്ലൊക്കെ ചെയ്യണം. ആടി ഓൻ കള്ള് കുടിച്ചിട്ട് എന്നെ തല്ലേ കൊല്ലേ എന്താച്ചായിക്കോട്ടെ, ആക്ക് ഇജ് ഇവിടെ വന്ന് പറയണ എന്തിനാ? അന്നോന് കൊന്നീലല്ലോ, കൊല്ലേന് വേണ്ടത്. നിന്റെ മകന്റെ ജീവിതം ഇല്ലാതാക്കിങ്ങാണ്ടല്ലേ ഇജ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അനക്ക് ഇതല്ലേടി ഇതിന്റെ അപ്പുറം വരും. ഞാൻ അന്നെ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചതാ, പടച്ചോനെ ഓളെ ഒരിക്കലും ഓളെ നല്ലപോലെ ജീവിക്കാൻ സമ്മതിക്കരുതേന്ന്. എന്റെ മകന്റെ കാര്യം പോട്ടടി, എന്റെ മകൻക്ക് വേറെ പെണ്ണൊക്കെ കിട്ടും. പക്ഷെ ഇജ് കാട്ടിയ എന്താടി? ആ പാല് കുടിക്കണ ഒരു പൈതലിനെ ഇവിടെ ഇട്ടുങ്ങാണ്ടല്ലേ ഇജ് പോയത്. ഒരു കാലത്ത് ഇജ് നന്നാവൂലടി. ഇറങ്ങിക്കോ ഇജ് ഇവിടുന്ന്. അതാണ് നമുക്ക് നല്ല. ഇന്റെ പേരന്റെ ഉള്ളിക്ക് ഇജ് കേറുകയെ ചെയ്യണ്ട. നിന്നോട് ക്ഷമിക്കണം, തെറ്റ് പറ്റി പോയതാണ്. എന്റെ കുട്ടീനൊക്കെ ഒന്ന് കാണണമ്മ. കുട്ടിനെ കാണേ? കുട്ടൊന്നും ഇവിടെ ഇല്ല. ഓ സ്കൂൾക്ക് പോയിക്കണോ? ഇപ്പൊ LKG കൊല്ലം ചേർത്തിക്കണോ ഓനെ? ഇനി ഓനക്ക് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഉമ്മ ഓനക്ക് ഇല്ലാന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. അതാണ് എന്റെ അമ്മ എന്നാണ് ഓനക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി അത് തിരുത്താനൊന്നും ഞങ്ങള് നിൽക്കൂല. ഇത് ഇറങ്ങാൻ പോയി. ഒരു പെൺകുട്ടിനെ കണ്ടില്ലേ ഇവിടെ വന്നിട്ട്? അത് ആരാന്ന് പറയാ എനിക്ക്? എന്റെ മകന്റെ 2ാമത്തെ പെണ്ണുങ്ങളാ. ആ കുട്ടിനെ സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും ആ കുട്ടിനെ നല്ല രീതിയിൽ ഓളാ നോക്കണത്. ഇതുവരെ അതിനെ കൊണ്ട് എന്റെ അമ്മ അല്ല എന്നുള്ളൊരു വാക്ക് ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. അത് എനക്കറിയോ? ഇജാണ് എല്ലാത്തിനും കാരണക്കാരി. ഇജ് ഇറങ്ങിക്കോ. ഇതേ ബസ് ഇട്ടോ അവിടെ ഇറങ്ങിന്നാലും ഞാൻ പോയിക്കോ. ഇവിടെ ആരും ഇല്ല. എനിക്ക് പോവാൻ വേറൊരു സ്ഥലം ഇല്ല. അനക്ക് തെറ്റ് പറ്റിയെന്ന് എന്റെ പേരെ പോയി പറഞ്ഞാളാ. ഇവിടെ എന്റെ ആരുമില്ല. അല്ല അന്നെ 5-10 ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തരാം, എന്റെ മക അറിയാതെ. അത് വേണം എനിക്ക്. അന്നക്ക് നേരം നോക്കുമ്പോ തന്നെ ഇന്ന്
ഞാൻ കാരണം ഇതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതായത്. ഇനി എവിടേക്ക് പോവാ? അയാളെ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ പോവാനും പറ്റൂല.